வணக்கம். ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തലവർ சொல்றதா செய்வான் செய்கிறது மட்டும்தான் சொல்வாൻ എന്ന് ഇവിടെയുള്ള സുഡാപ്പികൾക്ക് പോലും അറിയാം. പിന്നെ ആ വേട്ടാവളിയന്മാർ ഇതൊന്നും അംഗീകരിച്ചതല്ല എന്നുള്ളതാണ് ഒരു കാര്യം എന്ന് പറയുന്നത്. കാരണം അവന്മാർക്ക് തലങ്ങും വിലങ്ങും കൈകൊണ്ടാണ്, കാലുകൊണ്ടാണ്, മടൽ കൊണ്ടാണ് കിട്ടേണ്ട സാധനങ്ങളൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പോരാത്തതിന് ഞമ്മൻ്റെ രാജ്യം ഉണ്ടാക്കാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു വമ്പൻ തടസ്സമാണ് എന്നും ഇവന്മാർക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ കേരളത്തിലെ ജനങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവർ ഗോപാലകൃഷ്ണൻ ഒരു ഹിന്ദു MLA എന്തുകൊണ്ടില്ല എന്ന് പറയുമ്പോൾ ഗോപാലകൃഷ്ണനെ ഭയങ്കരമായിട്ട് എതിർക്കും. പക്ഷേ മതമാണ് പ്രശ്നം എന്ന് പറയുന്ന മുസ്ലിം ലീഗ്, അതായത് 5 നേരം നിഷ്കരിക്കുന്ന ആൾക്കാരെയൊക്കെ നമ്മൾ സ്ഥാനാർത്ഥികളാക്കുള്ളൂ എന്ന് പറയുന്ന ലീഗിന് 22 സീറ്റ് കൊടുക്കുകയും ചെയ്യും. അവരെ നോക്കി വാട്ടെ മതേതര പാർട്ടി എന്ന് പറയുകയും ചെയ്യും. ഇതാണ് നമ്മുടെ കേരളത്തിലെ ജനങ്ങളുടെ ഒരു സംഭവം എന്ന് പറയുന്നത്. അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. അവർ ഈ എക്കോസിസ്റ്റത്തിനകത്ത് ഇങ്ങനെ കുടുങ്ങിപ്പോയി. അമീബ ഇര പിടിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. ആദ്യം ഇരയെ നോട്ടീസ് ചെയ്യും, അതിനുശേഷം ആ ഇരയുടെ ചുറ്റും അമീബ വന്ന് ഇങ്ങനെ നിറയും, എന്നിട്ട് പതുക്കെ ഇരയകത്ത്. അങ്ങനെയാണ് ഇവിടെയുള്ള മതേതരന്മാർ ഈ ലീഗ് എന്ന് പറയുന്ന പാർട്ടിയുടെ അകത്ത് ഇങ്ങനെ പെട്ടിരിക്കുന്നത്. പക്ഷേ ഞാൻ പറയാൻ വന്ന വിഷയം അതൊന്നുമല്ല. വിഷയത്തിൽ നിന്ന് വഴുതി മാറിപ്പോയി സംഭവം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജീവൻ ഭീഷണിയിലാണോ? അദ്ദേഹത്തിൻ്റെ ജീവൻ ഭീഷണിയിലാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. സംഭവം വേറൊന്നുമല്ല. ഞാനൊരു വിഷ്വൽ നിങ്ങളെ കാണിച്ചു തരാം. ഇതാണ് വിഷ്വൽ. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ കോൺവോയ് വെട്ടിക്കുറച്ചിരിക്കുന്നു എന്നുള്ളതാണ് 2-3 ദിവസമായിട്ട് നമ്മൾ മാധ്യമങ്ങളിൽ കാണുന്ന വാർത്ത എന്ന് പറയുന്നത്. നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ ഇത് വലിയ വാർത്തയായിട്ടൊന്നും കൊടുത്തിട്ടില്ല. പക്ഷേ ഉത്തരേന്ത്യൻ മാധ്യമങ്ങൾ ഇത് ടേക്കപ്പ് ചെയ്തിട്ടുണ്ട്. ഇതൊരു മാതൃകയാണ് എന്നാണ് പറയുന്നത്. പക്ഷേ പ്രധാനമന്ത്രിയോട് എനിക്ക് പറയാനുള്ള കാര്യം, പ്ലീസ് ഡോണ്ട് ഡു ദീസ് ടൈപ്പ് ഓഫ് തിങ്സ് എന്ന് മാത്രമേ പ്രധാനമന്ത്രിയോട് എനിക്ക് പറയാനുള്ളൂ. കാരണം ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ മതമൗലികവാദികളുടെ മാത്രമല്ല, ആഗോള തീവ്രവാദികളുടെ കണ്ണിലെ കരടാണ്. ഇപ്പോൾ അദ്ദേഹം എന്തിനാണ് ഇത് ചെയ്തിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. നമുക്കറിയാം, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനം നടത്തി കഴിഞ്ഞാൽ ആദ്യം അദ്ദേഹം അത് പ്രാവർത്തികമാക്കി കാണിക്കും. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം കൊറോണ വൈറസ് വന്നപ്പോൾ കൊറോണ വൈറസിൻ്റെ വാക്സിൻ, ലോകമെമ്പാടും വാക്സിൻ ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു. ഇന്ത്യ വാക്സിൻ ഉണ്ടാക്കി, കോവിഷീൽഡ് ഉണ്ടാക്കി, കോവാക്സിൻ ഉണ്ടാക്കി. അങ്ങനെ വാക്സിനൊക്കെ ഉണ്ടാക്കിയ ശേഷം ഇവിടെ യൗമാരി സുഡാപ്പികൾ ഒരു കിംവദന്തി അടിച്ചിറക്കി. അതായത് നമ്മുടെ വംശത്തെ മുഴുവൻ നശിപ്പിക്കാനുള്ളൊരു സെറ്റപ്പാണ് ഇപ്പോൾ ഉണ്ടാക്കി ഇറക്കിയിരിക്കുന്നത് എന്നൊക്കെ യൗമാരി പറഞ്ഞു കളയും. അതുകൊണ്ടാണ് യൗമാരി ഏത് ഭരണം വന്നാലും ആരോഗ്യം ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ വിദ്യാഭ്യാസം, അതായത് രാജ്യത്ത് എന്തെങ്കിലും വിപ്ലവങ്ങളൊക്കെ കൊണ്ടുവരണമെങ്കിൽ ആരോഗ്യവും അടുത്ത തലമുറയെ വാർത്തെടുക്കുന്ന വിദ്യാഭ്യാസത്തിലും കൈവയ്ക്കണം. എങ്കിൽ മാത്രമേ വിപ്ലവങ്ങൾ കൊണ്ടുവരാൻ പറ്റൂ. അതുകൊണ്ടാണ് ഈ വിപ്ലവങ്ങളൊക്കെ കൊണ്ടുവരണമെന്ന് പറഞ്ഞ് വിദ്യാഭ്യാസമൊക്കെ എടുത്ത് കയ്യിൽ വയ്ക്കുന്നത്. പക്ഷേ യവന്മാർക്ക് മണ്ടയ്ക്കകത്തൊന്നും ഇല്ലാത്തത് കൊണ്ട് യവന്മാർ എന്ത് ചെയ്യും? യവന്മാർ ബ്ലാക്ക് ബോർഡ് മാറ്റി നമുക്കൊരു പച്ച പെയിൻ്റ് അടിച്ച് കളയാം. ഇതാണ് വിപ്ലവം. ഇനി ഒരു കാര്യം ചെയ്യാം, നമുക്ക് 10ാം ക്ലാസ് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ താഴെ ലീഗിൻ്റെ കൊടി അടിച്ച് വയ്ക്കാം എന്നൊക്കെയുള്ളതാണ് ഇവന്മാരുടെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അങ്ങനെയല്ല. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അന്ന് കോവിഷീൽഡും കോവാക്സിനും ഉണ്ടാക്കിയ സമയത്ത് അദ്ദേഹം ആദ്യം പോയി വാക്സിൻ എടുത്തു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, കണ്ടോ, ഈ വാക്സിന് യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല എന്ന് അദ്ദേഹം മാതൃക കാണിച്ചു കൊടുത്തു. ഇവിടെയുള്ള സുഡാപ്പികളും കമ്മി കുങ്ങികളെല്ലാം ഞെട്ടിപ്പോയി. പക്ഷേ അവന്മാർ അതിനും ഒരു ബദൽ കണ്ടുപിടിച്ചു. രാജ്യത്തെ ജനങ്ങൾ മരിക്കുമ്പോൾ പ്രധാനമന്ത്രിയാണോ ആദ്യം വാക്സിൻ എടുക്കുന്നത് എന്ന് അവന്മാർ പറഞ്ഞു പരത്തി. ഇനിയിപ്പം വേറെ ആർക്കെങ്കിലും ആദ്യം വാക്സിൻ കൊടുത്തിട്ട് എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ അനിഷ്ട സംഭവം ഉണ്ടാകുന്നെങ്കിൽ പ്രധാനമന്ത്രി പോലും എടുക്കാത്ത വാക്സിനാണ് അവിടെ നീയൊക്കെ എടുക്കുന്നത് എന്ന് അവന്മാർ പറഞ്ഞു പരത്തിയേനെ. അതാണ് അവന്മാരുടെ ഒരു ബ്ലഡിലെ DNA ഒരു സവിശേഷ ഗുണമെന്ന് പറയുന്നത്. എന്തായിരുന്നാലും ഇന്ത്യയുടെ പ്രധാനമന്ത്രി അന്ന് മുതലേ ഇത് കാണിക്കുന്നുണ്ട്, പണ്ട് മുതലേ അദ്ദേഹം ഇത് കാണിക്കുന്നുണ്ട്. അദ്ദേഹം ഇപ്പോൾ ഈ കോൺവോയ് വെട്ടിക്കുറച്ചിരിക്കുന്നത് വലിയ അപകടത്തിലേക്ക് നയിക്കുമെന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെല്ലാം പ്രധാനപ്പെട്ട സംസാര വിഷയം. ഇപ്പോൾ നമ്മൾ പെട്രോൾ ഉപയോഗം കുറയ്ക്കണമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ട് BJP ഭരിക്കുന്ന 22 സംസ്ഥാനങ്ങൾ, BJP + NDA ഭരിക്കുന്ന 22 സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ കോൺവോയ് വെട്ടിക്കുറച്ചിട്ടുണ്ട്. സകല മന്ത്രിമാരും വെട്ടിക്കുറച്ചിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അത് ചെയ്തിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അത് ചെയ്തത് വളരെ വലിയ രീതിയിലാണ് എന്നുള്ളതാണ്. അദ്ദേഹത്തിന് ഒരൊറ്റ കോൺവോയ് മാത്രം, ഒരൊറ്റ വണ്ടി മാത്രമാണ് അദ്ദേഹത്തെ അനുഗമിക്കുന്നത് എന്നുള്ളതാണ്. എവിടെയെങ്കിലും വെച്ച് എന്തെങ്കിലും ഒരു ടെററിസ്റ്റ് അറ്റാക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അതുകൊണ്ടാണ് ദയവായി ജീവൻ വച്ച് പന്താടരുത് എന്ന് പറയുന്നത്. സുഡാപ്പികൾക്ക് ഭയങ്കര സന്തോഷമായിരിക്കും, അല്ലെങ്കിൽ അവന്മാർ പുച്ഛിക്കും. അതായത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വകവരുത്താൻ പോകുന്ന യവന്മാർ മറ്റേ ഭീകരവാദികളുടെ പല ആക്രമണങ്ങൾ വരുമ്പോൾ യവന്മാർ പറയുന്നത് എന്താണ്? ജൂതന്മാർ എന്ന് പറയുന്ന ഈ മന്ദബുദ്ധികളോട് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്കൊരു കാര്യം മാത്രമേ പറയാനുള്ളൂ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ
അടുത്ത വരാൻ പോകുന്നത് മിക്കവാറും യോഗി ആദിത്യനാഥ്, ഹിമന്ത് ബിശ്വ ശർമ്മ, സുവേന്ദു അധികാരി. യോഗി ആദിത്യനാഥ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, ഉത്തർപ്രദേശിൽ BJP-കാരെ റേപ്പ് ചെയ്ത അവനെപ്പോലും എൻകൗണ്ടർ ചെയ്യുന്ന ടീമാണ്. അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പം നിലവിളിക്കാനുള്ള സ്കോപ്പെങ്കിലും ഉണ്ട്. ആ സമയത്ത് നിലവിളിക്കാൻ പോലും പറ്റില്ല. ഇട്ടിരിക്കുന്ന ഷഡ്ഡി ഊരി വാക്കാത്ത തിരികെറ്റിയിട്ടായിരിക്കും ഇടി എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിരിക്കുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ, കുറച്ചൊരു മൃദു സമീപനം എന്ന് ആ സമയത്ത് ചിലപ്പോൾ പറയേണ്ടി വരും. എന്തായാലും നമുക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഭീഷണി ഉണ്ടോ? എവിടെ നിന്നൊക്കെയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഭീഷണി ഉള്ളത്? നിരവധി തവണ സുരക്ഷാ ഭീഷണികളും ആക്രമണ ശ്രമങ്ങളും പ്രധാനമന്ത്രിക്കെതിരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ മുമ്പ് 2 പ്രധാനമന്ത്രിമാർ, ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും വധിക്കപ്പെട്ട ചരിത്രമുള്ളൊരു നാടാണ് നമ്മുടെ രാജ്യമെന്ന് പറയുന്നത്. മോദിക്കുള്ള സുരക്ഷ അതുകൊണ്ട് തന്നെ വളരെയധികം പ്രധാനമാണ്. അദ്ദേഹത്തെ സംരക്ഷിക്കുന്നത് SPG സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പാണ്. പ്രധാന ഭീഷണികളുടെ ഒരു ടൈം ലൈൻ നോക്കാം. 2013 പട്ന, അവിടെ ഹുങ്കാർ റാലി എന്ന് പറയുന്ന ഒരു റാലി നടന്നു. അവിടെ വിവിധ സ്ഥലങ്ങളിൽ സ്ഫോടനങ്ങൾ നടന്നു. 2013 പട്ന ബോംബിങ്സ് എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. അന്ന് മോദി പ്രധാനമന്ത്രി അല്ല, ഗുജറാത്ത് മുഖ്യമന്ത്രിയും BJP-യുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയുമായിരുന്നു. ബീഹാറിലെ പട്നയിലെ ഗാന്ധി മൈതാനത്തിൽ മോദിയുടെ റാലിക്കിടെ തുടർച്ചയായി ബോംബ് സ്ഫോടനങ്ങൾ നടന്നു എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതാണ്. 6 പേരാണെന്ന് മരിച്ചത്. നിരവധി പേർക്ക് ആ സമയത്ത് പരിക്കേറ്റു. അന്വേഷണത്തിൽ സിമിയുമായി ബന്ധമുള്ള തീവ്രവാദ ബന്ധങ്ങൾ കണ്ടെത്തി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. വമ്പൻ സ്റ്റാമ്പീഡ് വരെ ഉണ്ടാകാമായിരുന്നു, ഒരു വലിയ കലാപശ്രമമായിരുന്നു അത് എന്നുള്ളതാണ്. ഇത് മോദിക്കെതിരായിട്ടുള്ള ആദ്യത്തെ വലിയ ഭീകര ഭീഷണികളിൽ ഒന്നായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇനി 2015 വാട്സപ്പ് ഭീഷണി, നരേന്ദ്രമോദിയുടെ പൊതുയോഗ വേദി ബോംബ് വെച്ച് തകർക്കുമെന്ന് വാട്സപ്പ് ഭീഷണി ലഭിച്ചെന്ന് അത് വേറൊരു കാര്യം. സുരക്ഷാ ഏജൻസികൾ ഹൈ അലർട്ടിലാണ്, അതുകൊണ്ട് നരേന്ദ്രമോദിക്ക് ചുറ്റും എപ്പോഴും ഇരിക്കുന്നത്. പിന്നീട് വ്യാജ ഭീഷണിയാണെന്ന് അത് കണ്ടെത്തിയിട്ടുണ്ട്. എന്നാലും PM ലെവൽ സുരക്ഷാ പ്രോട്ടോകോൾ കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ടായിരുന്നു. 2016 പത്താൻകോട്ട് ഉറി ആക്രമണങ്ങൾക്ക് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭീഷണി വർദ്ധിച്ചിട്ടുണ്ട്. 2016 പത്താൻകോട്ട് ഉറി ആക്രമണങ്ങൾക്ക് പിന്നാലെ ഇന്ത്യ നടത്തിയ സർജിക്കൽ സ്ട്രൈക്ക് കാരണം മോദി അന്താരാഷ്ട്ര ജിഹാദി ഗ്രൂപ്പുകളുടെ പ്രധാന ടാർഗറ്റായി മാറിയെന്ന് ഇന്ത്യൻ ഇൻ്റലിജൻസ് ആ സമയത്ത് വിലയിരുത്തിയിട്ടുണ്ടായിരുന്നു. 2018 മാവോയിസ്റ്റ് വധശ്രമക്കത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ചിരുന്നു. 2018 വലിയ വിവാദമായിട്ടുള്ളൊരു സംഭവം, പൂനെയിൽ അറസ്റ്റിലായ മാവോയിസ്റ്റ് പ്രവർത്തകരിൽ നിന്ന് പിടിച്ചെടുത്തതായി പറയുന്ന കത്തിൽ രാജീവ് ഗാന്ധി സ്റ്റൈൽ ആക്രമണം വഴി മോദിയെ വധിക്കാനുള്ള ഗൂഢാലോചനയുണ്ടെന്ന ആരോപണം ഉയർന്നു. ഇത് വലിയ ദേശീയ വാർത്തയായി. പിന്നീട് ഈ കത്തിൻ്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് രാഷ്ട്രീയ നിയമ വിവാദങ്ങളും ഉണ്ടായിട്ടുണ്ട്. 2021 പഞ്ചാബ് ഫ്ലൈ ഓവർ സുരക്ഷാ വീഴ്ചയും ഈ സാഹചര്യത്തിൽ നമ്മൾ എടുത്തു പറയേണ്ടതാണ്. ഇത് നേരിട്ടുള്ള വധശ്രമം അല്ലെങ്കിലും ഏറ്റവും ഗുരുതരമായിട്ടുള്ള സുരക്ഷാ വീഴ്ചകളിൽ ഒന്നായിട്ടാണ് ഇതിനെ കണക്കാക്കപ്പെടുന്നത്. പഞ്ചാബിൽ മോദിയുടെ കോൺവോയ് ഒരു ഫ്ലൈ ഓവറിൽ 15 മുതൽ 20 മിനിറ്റ് വരെ കുടുങ്ങി. പ്രതിഷേധക്കാർ റോഡ് ബ്ലോക്ക് ചെയ്തു. സമീപത്ത് ഉയർന്ന കെട്ടിടങ്ങളും തുറന്ന പ്രദേശങ്ങളും ഉണ്ടായിരുന്നതിനാൽ SPG വലിയ രീതിയിൽ പാനിക്കായി, വലിയ രീതിയിൽ ആശങ്കപ്പെട്ടു. കേന്ദ്ര സർക്കാർ ഇത് മേജർ സെക്യൂരിറ്റി ലാപ്സ് എന്നാണ് ഇതിനെ വിശേഷിപ്പിച്ചത്. ഇതിനുശേഷം സംസ്ഥാന സർക്കാരുകളും SPGയും തമ്മിലുള്ള കോർഡിനേഷൻ കൂടുതൽ കർശനമാക്കി. 2025 മുംബൈ പോലീസ് വിമാന ഭീഷണി. 2025 മോദിയുടെ വിദേശയാത്രക്കിടെ അദ്ദേഹത്തിന് വിമാനത്തിന് നേരെ ഭീകരാക്രമണം ഉണ്ടാകുമെന്ന ഫോൺ കോൾ ഭീഷണി മുംബൈ പോലീസിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. SPG, IB കേന്ദ്ര ഏജൻസികൾ അടിയന്തര അന്വേഷണം അതിൽ നടത്തിയിരുന്നു. പിന്നീട് വിളിച്ചയാളെ കണ്ടെത്തി പോലീസ് അയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. 2025 ബീഹാറിൽ ഒരു വധഭീഷണി ഉണ്ടായി. മോദിയുടെ ബീഹാർ സന്ദർശനത്തിനിടെ പ്രധാനമന്ത്രിയെ കൊല്ലും എന്ന വാട്സപ്പ് ഭീഷണി VPN ഉപയോഗിച്ച് ഭീഷണി നൽകിയ ആളെ മണിക്കൂറുകൾക്കകം തന്നെ തൂക്കി തട്ടി തോളി കയറ്റി കേന്ദ്ര ഏജൻസികൾ അവൻ്റെ പരിപ്പെടുക്കുന്ന കാഴ്ചയാണ് കാണാനായിട്ട് സാധിച്ചത്. 2025 പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഭീകരവാദികൾ എന്താണ് പറഞ്ഞത്? നിൻ്റെയൊക്കെ മോദിയോട് പോയി പറ എന്നാണ് ഭീകരവാദികൾ പറഞ്ഞത്. മതം നോക്കി വന്നവന്മാർ, മനുഷ്യൻ്റെ ഉടുമുണ്ടൂരി മതം നോക്കി മുസ്ലിം അല്ലെങ്കിൽ വെടിവെച്ച് കൊന്ന അവന്മാർ പറഞ്ഞത് ഞങ്ങൾ നിന്നെ കൊന്നിട്ടുണ്ട്, നീ പോയി നിൻ്റെ മോദിയോട് പറ എന്നാണ് പറഞ്ഞത്. ഈ ആക്രമണത്തിന് ശേഷം ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം രൂക്ഷമായ ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. മോദിയുടെ സുരക്ഷാ വിലയിരുത്തൽ വീണ്ടും അവിടെ വലിയ ആശങ്ക ഉയർത്തുന്നു. അദ്ദേഹത്തിൻ്റെ യാത്രകൾക്കും പൊതുപരിപാടികൾക്കും കർശന നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. സുരക്ഷയുടെ വ്യാപ്തി വളരെ വലുതാണ്. മോദിക്ക് ഇന്ത്യയിലെ ഏറ്റവും വലിയ സുരക്ഷാ കവചമാണുള്ളത്. SPG സുരക്ഷ ഏകദേശം 1000കണക്കിന് സുരക്ഷാ ഉദ്യോഗസ്ഥർ വിവിധ തലങ്ങളിൽ ബുള്ളറ്റ് പ്രൂഫ് BMW റേഞ്ച് റോവർ വാഹനങ്ങൾ, ജാമർ വാഹനങ്ങൾ, സ്നൈപ്പർ യൂണിറ്റുകൾ, ആൻറ്റി ഡ്രോൺ സിസ്റ്റങ്ങൾ, റൂട്ട് മുഴുവൻ മുൻകൂറായിട്ട് മനസ്സിലാക്കാനുള്ള സാഹചര്യങ്ങൾ, ഭക്ഷണം വരെ പ്രത്യേക പരിശോധനയ്ക്ക് ശേഷം മാത്രമേ അദ്ദേഹത്തിന് ലഭിക്കുകയുള്ളൂ. മുഴുവൻ റൂട്ടും മണിക്കൂറുകൾക്ക് മുമ്പ് ക്ലിയർ ചെയ്യും. അദ്ദേഹം വരുന്നു എന്ന് കണ്ടാൽ സമീപ കെട്ടിടങ്ങളിൽ സ്നൈപ്പർമാരുണ്ടാകും. മൊബൈൽ നെറ്റ്വർക്കുകൾ വരെ നിരീക്ഷിക്കും. പൊതുപരിപാടികളിൽ 1000കണക്കിന് സംസ്ഥാന പോലീസ് പ്ലസ് NST പ്ലസ് SPG, പല
സ്ഥലങ്ങളിലും ക്രൗഡ് പ്രൊഫൈലിംഗ് വരെ നടത്തിയിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അടുത്തേക്ക് ഒരാളെ പോലും വിടുന്നത്. 2025 ഉദുപ്പി സന്ദർശനത്തിൽ മാത്രം 3000-ലധികം പോലീസിനെയാണ് വിന്യസിച്ചത്. എന്തുകൊണ്ടാണ് ഭീഷണി കൂടുതലായി കണക്കാക്കപ്പെടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കശ്മീർ നയം, പാകിസ്ഥാൻ വിരുദ്ധ നിലപാട്, സർജിക്കൽ സ്ട്രൈക്കുകൾ, ഹിന്ദുത്വ രാഷ്ട്രീയ പ്രതിച്ഛായ, അന്താരാഷ്ട്ര തലത്തിലുള്ള ഉയർന്ന പ്രൊഫൈൽ ഇവ കാരണം ജിഹാദി ഗ്രൂപ്പുകൾ, അതീവ ഇടതുപക്ഷ തീവ്രവാദികൾ, ലോൺ വൂൾഫ് അറ്റാക്കേഴ്സ് എന്നിവരിൽ നിന്ന് സ്ഥിരമായ ഭീഷണി ഇന്റലിജൻസ് ഏജൻസികൾ വിലയിരുത്താറുണ്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രിമാരിൽ ഏറ്റവും കർശനമായിട്ടുള്ള സുരക്ഷാ വലയത്തിൽ ജീവിക്കുന്നവരിൽ ഒരാളാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് തന്നെ നമുക്ക് പറയാം. പോരാത്തതിന് അദ്ദേഹം ഇപ്പോൾ പ്രസംഗിക്കാൻ പോയ അദ്ദേഹത്തിൻ്റെ വേദിയുടെ അടുത്ത് നിന്നും ജലാറ്റിൻ സ്റ്റിക്കുകൾ കണ്ടെടുത്തു എന്നുള്ളൊരു റിപ്പോർട്ട് കൂടെ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും വലിയ ഭീഷണിയുള്ളൊരു മനുഷ്യനെ ഇങ്ങനെ ഒരൊറ്റ കോൺവോയ് മാത്രം കൊണ്ട് വിടുന്നത് നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ പോലും ആഗ്രഹിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. ബേസിക്കലി ജനങ്ങൾ പോലും ഇത് ആഗ്രഹിക്കുന്നില്ല. ജനങ്ങളൊക്കെ ഞങ്ങൾ പെട്രോൾ കുറച്ചോളാം, പക്ഷേ ഇന്ത്യയുടെ പ്രധാനമന്ത്രി അദ്ദേഹം അത് ചെയ്ത് കാണിക്കണം, അതും സ്വന്തം ജീവൻ പണയം വെച്ച് ചെയ്ത് കാണിക്കണമെന്ന് ഇവിടെ ആർക്കും വലിയ നിർബന്ധമൊന്നുമില്ല. കാരണം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ലോകത്തിലെ നമ്പർ 1 നേതാവാണ്. ഡൊണാൾഡ് ട്രംപ് പോലും അതിൻ്റെ തൊട്ടടുത്തില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇനി അടുത്തതായിട്ട് ലോകത്തെമ്പാടും ഉണ്ടാകുന്ന വലിയ വലിയ നീക്കങ്ങളിൽ ലോകരാജ്യങ്ങളിൽ പല ആൾക്കാരും ആദ്യം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും ഇന്ത്യയുടെ അടുത്തുമാണ് നമ്മുടെ നിലപാടറിയാനായി ഓടിയെത്തുന്നത്. ബ്രിക്സ് പോലും ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വലിയ രീതിയിൽ ഉയർത്തിക്കൊണ്ടുവന്നു. 3 പേരുമായിട്ട് റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ചൈനയുടെ പ്രസിഡന്റ് ഷീ ജിങ് പിങ്ങുമായി ഉയർത്തിക്കൊണ്ടുവന്ന് അമേരിക്കയുടെ കണ്ണിലെ കരടായി ഇന്ത്യയുടെ പ്രധാനമന്ത്രി നിൽക്കുകയാണ്. അതിനകത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ കൊല്ലാനായി നേരത്തെ ബംഗ്ലാദേശ് ഇപ്പോൾ കലുഷിതമായി നിൽക്കുകയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ബംഗ്ലാദേശിൽ ഒരു അമേരിക്കൻ പൗരൻ വന്നുവെന്നും അയാൾ പഴയ അമേരിക്കൻ സൈനികരായിരുന്നുവെന്നും അയാളെ പൊളോണിയം കൊടുത്തു കൊന്നു എന്നുള്ള റിപ്പോർട്ടുകളും നേരത്തെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഇത് മാത്രമല്ല, ഇപ്പോൾ മണിപ്പൂരിലടക്കം 11 യുക്രൈൻ പൗരന്മാരുമായി അമേരിക്കയുടെ രഹസ്യചാരനായിട്ടുള്ള മാത്യു വാൻഡക് എന്ന് പറഞ്ഞ ഒരുത്തം വന്നിറങ്ങിയിട്ട് അവനെ ഇടിച്ചു നൂത്ത് തട്ടി തോളിക്കയറ്റി നമ്മൾ പിടിച്ചകത്തിട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് സുരക്ഷ വേണം, വലിയ സുരക്ഷ തന്നെ വേണം. എത്രയും സുരക്ഷ നൽകാമോ അത്രയും സുരക്ഷ തന്നെ നൽകണം എന്ന് മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ ശരി.